കുബേരന് ഒരാശ്രിതനുണ്ട്, ശംഖചൂഡൻ. ഈ ശംഖചൂഡൻ എന്ന് പറയുന്നതും കുബേരൻ എന്ന് പറയുന്നതും തുടർന്ന് ഞാൻ പറയാൻ പോണ കഥകളുടെ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്. കുബേരൻ എന്ന് പറഞ്ഞാൽ ആരാ? പൈസക്കാരൻ. ബേരം, കുടവേരം മുമ്പേയൊക്കെ ഉണ്ടാവും. കുബേരൻ എന്ന് പറഞ്ഞാൽ കുൽസിതമായ വയറോട് കൂടിയവനാണ്. അത് ധാരാളം സമ്പത്ത് കൂടുമ്പോൾ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് എവിടെയാണ്? കുടവയറിലാണ്. കണ്ടമാനം പൈസ സമ്പാദിച്ചു വെച്ചു. അയാളുടെ ആശ്രിതനാണ് ശംഖചൂഡൻ. കുബേരനെ കുറിച്ച് വേറെ ആംഗിളിൽ ഞാൻ വേറെ കഥ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ, അതിലേക്ക് ബാധകല്ല. ശംഖചൂഡൻ എന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്ത് ചൂടാമണി എന്നുകൊണ്ട് രത്നമുണ്ട്. നാമരൂപങ്ങൾ ഭ്രമിച്ചവൻ എന്നാണ് അർത്ഥം. അല്ലാതെ അങ്ങനെ ഒരു അസുരൻ ശംഖചൂഡൻ ഇതിന് കിട്ടി വന്നിട്ട് കാണുന്നവരെയൊക്കെ കൊല്ലാന്നല്ല. നമ്മളൊക്കെ ഒരർത്ഥത്തിൽ കുബേരനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ സ്വഭാവം തന്നെയാണ് ഈ ശംഖചൂഡൻ്റെ. പഞ്ചഭൂതങ്ങളിൽ ആദ്യം ആകാശം ഉണ്ടായി. ആകാശം എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. ശബ്ദസ്പർശ രൂപ രസ ഗന്ധമാണ്. അത് ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയാണ്. ശംഖചൂഡൻ ആകാശതത്വം, നാമം. പിന്നീട് അഗ്നി വരുമ്പോഴാണ് രൂപം വരുന്നത്. എല്ലാവരും ഞാനും നിങ്ങളൊക്കെ നാമരൂപങ്ങളിൽ ഭ്രമിച്ചവരാണ്. ഒരാളെ കണ്ടു, നമുക്ക് ആദ്യം ഓർമ്മ വന്നത് എന്താ? നാമം. നാമം വന്നു, നാമത്തിന് ഉടനെ രൂപം വന്നു. ഇത് നടന്നു വരുന്നാരാ? അച്ഛനാ. അച്ഛൻ എന്നുള്ള നാമം വന്നു, പിന്നെ രൂപം വന്നു. ഈ കാര്യം കൊണ്ട് ആദ്യം വന്നത് നാമമാണ്. ആ നാമത്തിന് ശേഷമാണ് രൂപം വരുന്നത്. നാമി. ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കണം. ഈ ശരീരം എന്ന് പറഞ്ഞത് നാമി. പി ആർ നാഥൻ എന്നത് നാമം. നാമത്തിന് കൂടുതൽ ശക്തി വരും, നാമിക്കല്ല. നമ്മൾ ചെന്നു, ജോലി സ്ഥലത്ത് ചെന്നു, ആരും നമ്മളെ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ പുതുതായി വന്ന ആഫീസറാണ്, ഇവരുടെ ഭാവമൊക്കെ മാറിയില്ലേ? നാമി. എൻ്റെ നാമം എന്നതാണ്. ചിലപ്പോൾ ജനക്കൂട്ടം വന്നിട്ട് ചീഫ് ഗസ്റ്റിനെ മാറ്റുമ്പോൾ അയാൾക്ക് പറയേണ്ടി വരും, ഞാൻ ഇവിടുത്തെ ചീഫ് ഗസ്റ്റാ. അതറിഞ്ഞില്ല കേട്ടോ. നാമരൂപങ്ങളിൽ ഭ്രമിക്കുന്നവനാണ് ശംഖചൂഡൻ, കുബേരൻ്റെ ആശ്രിതൻ എന്ന് പറഞ്ഞാൽ. നാം നമ്മുടെ വീട് ഏതിനെയൊക്കെ ആശ്രയിച്ച് സന്തോഷിക്കുന്നു, അതിനൊക്കെ നാമവും രൂപവും ഉണ്ട്. ഞാൻ ഡോക്ടറേറ്റ് കിട്ടിയ ആൾ, എൻ്റെ വീട് വലിയ ബംഗ്ലാവ്, ഞാൻ താമസിക്കുന്നത് ഭൂമിക്ക് സെൻറ്റിന് 30 ലക്ഷം റുപ്യ വിലയുള്ള ഇന്ന സ്ഥലത്ത്. ഇതൊക്കെ നാമമാണ്. നാമത്തിന് ശേഷം അതിന് രൂപമുണ്ട്. അവരെയൊക്കെ രാക്ഷസൻ എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ഒക്കെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ അനുഭവത്തിൽ അവർ രാക്ഷസന്മാരായിട്ട് വരികയാണ്. അവർക്ക് വലിയ കണ്ണൊക്കെ ഉണ്ടാവും, വലിയ നാക്ക്. വലിയ നാക്കച്ച ഇഷ്ടംപോലെ തിന്നുന്നവെന്നർത്ഥം. ഈ നാവ് എന്നുള്ളത് ഇഷ്ടംപോലെ തിന്നുന്നവൻ എന്നാണ് നാക്കിൻ്റെ അർത്ഥം.
അസുരന്മാരാ നാക്ക് നീട്ടിയിരിക്കുന്നുണ്ടല്ലേ, നമ്മളൊക്കെ നീട്ടിയിരിക്കുക. തീറ്റ എന്നുള്ള ഒറ്റ വിചാരമുള്ളൂ. എന്തൊക്കെ തിന്നാൻ കിട്ടും, സ്വർഗത്തിൽ പോയാൽ എന്താ തിന്നാൻ കിട്ടുക, ഇതല്ലേ ചോദ്യം നമ്മുടെ. 2 രൂപം, സൗന്ദര്യമുള്ള രൂപത്തിനോട് നമുക്ക് വലിയ താല്പര്യമാണ്. അത് രൂപം എന്ന് പറഞ്ഞാൽ വ്യക്തികളിലെ മാത്രമല്ല, ചുറ്റും വീടിന് നല്ല രൂപമാവണം, വീട് പണി. ഇതാണ് ആ ചൂടാമണി രത്നം കിട്ടിയിട്ടുള്ള ശംഖചൂടൻ. ഈ ശംഖചൂടൻ ഗോപസ്ത്രീകളെ സമീപിച്ചു. അവർ നിഷ്കളങ്കരാണ്, നല്ലവരാണ്. അവരുടെ നന്മയെ പ്രോത്സാഹിപ്പിച്ചത് കൃഷ്ണനാണ്. കൃഷ്ണൻ എപ്പോൾ കൃഷ്ണനിൽ നിന്ന് മാറുന്നോ അവർ അപകടകാരിയായിട്ട് മാറുന്നു. ചൂടാമണി രത്നം നമ്മളായി, കുബേരൻ നമ്മളായി. ഈ ചൂടാമണി രത്നത്തെയും വെച്ച് കളിക്കുകയാണ് ശംഖചൂടൻ. സകല ഗോപികമാരും ശംഖചൂടൻ്റെ ആരാധകരായി. നമ്മൾ കാണുന്നില്ലേ, ശംഖചൂടൻ ഇപ്പം നമ്മുടെ ചുറ്റുമില്ലേ. ടി വിയിൽ ചിലവർ വരുമ്പോൾ ആ വരുന്നവർ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ല. ചില ന്യൂസിൽ കാണിക്കാം, ആ വ്യക്തിയുടെ ആരാധകർ ചുറ്റോട് കൂടുന്നു. ഇന്ന ആളാണോ? ആരാധകർ കൂടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് കൈ കൊടുക്കാൻ എന്തൊരു മത്സരമാണ്. ആ വ്യക്തി എങ്ങനെ ആകർഷിച്ചത്? ആ വ്യക്തി ആകർഷിച്ചത് നാമത്തിലും രൂപത്തിലുമാണ്. ഈ ശംഖചൂടൻ ഭക്തിക്ക് തടസ്സമാണ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ കൃഷ്ണൻ വന്നിട്ട് പുള്ളിയെ ഗുണപാഠം പഠിച്ചിട്ട് ഈ ചൂടാമണി രത്നം കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. നമ്മുടെ ഈശ്വര വിശ്വാസത്തിനും ഭക്തിക്കും തടസ്സം നിൽക്കുകയാണ് നാമവും രൂപവും. തൽക്കാലം നമുക്കൊരു നാമരൂപം വേണം പ്രാർത്ഥിക്കാൻ. സത്യ, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു രൂപം സങ്കല്പിക്കേണ്ടി വരാറുണ്ട്. ഞാൻ പരാശക്തിയുടെ ഉപാസകനാണ്. നാമം ചെല്ലുമ്പോഴൊക്കെ രൂപം സങ്കല്പിക്കാതെ പറ്റില്ല. രൂപമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ശംഖചൂടനെ മുഴുവനെ കുറ്റം പറഞ്ഞുകൂടാ. ഇത് കേൾക്കുന്നവരോട് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുകയാണെന്ന് വിചാരിക്കുക. ടി വിയിലൊന്നും മുഖം കാണിക്കാൻ ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ നിങ്ങളൊരു രൂപം സങ്കല്പിച്ചില്ലേ, കേൾക്കുന്നവർ മുഴുവൻ ഒരു രൂപം സങ്കല്പിച്ചു. ആ രൂപമാണ് ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യുക. ആദ്യം നാമം. ഏത് നാട്ടുകാരനാണ്? പാലക്കാട്ടുകാരനാണ്. പേരെന്താ? ശങ്കുണ്ണി. നാമം ഒരു രൂപം ഉണ്ടാക്കും. ഈ നാമം രൂപം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സിനിമാ രംഗത്തൊക്കെ ആര് പെർഫോം ചെയ്യുന്നോ ആ ആർട്ടിസ്റ്റിന് പ്രാധാന്യമുള്ളൂ. അയാളെയാണല്ലോ നമ്മൾ കാണുന്നത്, പെർഫോം ചെയ്യുന്ന ആൾ. ബാക്കിയുള്ളവരെ കാണുന്നില്ല. നാമത്തിനും രൂപത്തിനും ഭയങ്കര ശക്തിയാണ്. ഇദ്ദേഹം ഗോപികമാരെ ആകർഷിച്ചു ഈ ചൂടാമണി രത്നം കൊണ്ട്. നമ്മളും ഓരോരുത്തരും നമ്മളുണ്ടാക്കിയ നമ്മുടേതായുള്ള ചൂടാമണി രത്നം കൊണ്ട് നമ്മൾ സമൂഹത്തെ ആകർഷിക്കുന്നു. ഇതേ കാര്യം. തലയിൽ മുടിയൊന്നും ഉണ്ടാവില്ല, വിഗ് വയ്ക്കുന്നു. ഇന്ന് കാണുന്ന പലരും എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ വിഗ് വെച്ചവരായതുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല. അത് കഴിഞ്ഞ് പുരുഷന്മാരും അങ്ങനെയാണ്. സ്ത്രീകൾ മുടിക്ക് വല്ല ക്ഷാമമുണ്ടോ?
തലയിൽ വിഗ് വെച്ചാൽ താഴെ ഇഴത്തക്ക വിധമുള്ള മുടി ഉണ്ടാവും. ആവശ്യത്തിനോടത്ത് മുറുക്കി എത്രയൊന്നും വേണ്ടാച്ചിട്ട് പനങ്കുല പോലെ മുടി എന്ന് പറഞ്ഞ് കറക്റ്റാണ്. ഇത് ഭക്തി കൊണ്ട് നമ്മൾ രൂപത്തിനെയും നാമത്തിനെയും ആദരിച്ചാലും യഥാർത്ഥ ഭക്തിക്ക് ഇത് രണ്ട് തടസ്സമാണ്. ഉള്ളിൽ ഭക്തി ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി. തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ട് ആ ബിംബം കാണാനായിട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്നു. എന്തിനാ? അതൊന്ന് കാണണം. ഇപ്പം എവിടെ നമ്മൾ ഭ്രമിച്ചിരിക്കണത്? നാമത്തിലും രൂപത്തിലുമാണ്. നാമരൂപങ്ങളുടെ അപ്പുറത്താണ് ഭക്തി. ഇത് വലിയൊരു പ്രശ്നമാണ്. ശംഖചൂടൻ നമ്മളെ ആകർഷിക്കും. വാന്ന് വിളിക്കുമ്പോൾ നമ്മൾ ശംഖചൂടൻ്റെ കൂടെ പോകും. ഗോപികമാരെന്ന് പറഞ്ഞാൽ ജീവാത്മാവ് എന്നാണ്. നമ്മൾ കൂടെ പോകും. അത് കഴിഞ്ഞ് കൃഷ്ണൻ ഇത് പറഞ്ഞിട്ട് റിയലൈസ് ചെയ്തു, ഈ നാമത്തിലും രൂപത്തിലൊന്നും ഭ്രമിക്കണ്ട. എത്രയോ വർഷമായിട്ട് ഒരു ആദിവാസി ഒരു വിഗ്രഹം ഡെയിലി പൂജിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ടൂറിസ്റ്റ് വന്നിട്ട് ചോദിച്ചു, 40 കൊല്ലം പൂജിക്കുന്നുണ്ട്, അത് കൂടി തരുമോ? എത്ര കാശാച്ചാൽ തരാം? അങ്ങോട്ട് കൊടുത്തു. കാശൊന്നും തരണ്ട. എന്താടിയോ, ഇതാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മുടെ ദൈവം ഇതാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? നാമരൂപമാണോ? നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികളുടെ നാമവും രൂപവും അല്ലേ ആണോ നമ്മൾ ആകർഷിക്കുന്നത്? എനിക്കല്ല, എൻ്റെ അമ്മപ്പില്ല. അമ്മയുടെ നാമവും അമ്മ എന്നുള്ളത് അകത്ത് പതിഞ്ഞിട്ടുള്ള എന്തോ ഒരു ഭാവമാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും പരസ്പരം ഇങ്ങനെ കാണുമൊന്നുമില്ല. മുടി വെട്ടിയിട്ട് ഇങ്ങനെ ആക്കിയില്ലേ, അതൊക്കെ ചോദിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ മുഖം ഭർത്താവ് അധികം കാണുന്നുണ്ടാവില്ല, ഭർത്താവിൻ്റെ മുഖം ഭാര്യ അധികം കാണുന്നുണ്ടാവില്ല, മക്കളുടെയും. പക്ഷെ മക്കളെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അതൊക്കെ വേറെ. നാമത്തിനും രൂപത്തിനും അതീതമായിട്ടാണ് സങ്കല്പം നിൽക്കുന്നത്. ഇതാണ് ശംഖചൂടൻ. ഭക്തിക്ക് ഇത് തടസ്സമാണ് എന്നുള്ളതിനാൽ കൃഷ്ണൻ ശംഖചൂടനെ മാറ്റി എന്നാണ് ആ കഥ നമുക്ക് പഠിപ്പിക്കുന്ന ഗുണഭാഗം. ഒരു കഥയുടെയും ഡീറ്റെയിൽസിലേക്ക് ഭാഗവതത്തിലാണെങ്കിൽ ശരി, ഇത് ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത്തരം കാര്യങ്ങൾ കഥയേക്കാൾ പ്രധാനമാണ്. നമ്മുടെ ജീവിതം പറയുന്നല്ലോ. ഏത് കഥ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്നെ പറ്റിയാണല്ലോ ഈ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കണം. ഇതാണ് ശംഖചൂടൻ. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.